ആത്മാബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ആ ബ്രഹ്മപദത്തെ പ്രാപിക്കണമെങ്കിൽ നാം എന്തെല്ലാം ചെയ്യണം? എങ്ങനെയൊക്കെയായാൽ ആ പദത്തിലേക്ക് നാം ഉയരും? അതുപോലെ ആ പദത്തിൻ്റെ മഹിമ എപ്രകാരമാണ് എന്നെല്ലാം ഭഗവാൻ വിവരിച്ചു തരികയാണ്. അതിനാൽ വിവിക്തസേവീ ലഘ്വാശി യദവാക്കായ മാനസാം ധ്യാനയോഗപരോ നിത്യം വൈരാഗ്യം സമുപാശ്രിതാം. വിവിക്തസേവീ ലഘ്വാശി യദവാക്കായ മാനസ ധ്യാനയോഗപരോ നിത്യം വൈരാഗ്യം സമുപാശ്രിതം. നമ്മൾ ആശ്രയിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നത്. അതിൻ്റെ വിവർത്തനം: വിജനേ വാഴുവോർ നിത്യം. വിവിക്തസേവി എന്നാൽ വിജനത്തിൽ വാഴുക, ഏകാന്തത്തിൽ വസിക്കാൻ ഇഷ്ടപ്പെടുക. യത് വാക്കായ മനസ്സാ, നമ്മുടെ വാക്കിനെയും ശരീരത്തെയും മനസ്സിനെയും നിയന്ത്രിക്കുക. ധ്യാനയോഗത്തിൽ തൽപരൻ വിരക്തൻ മിതഭുക്ചിത്തം ദേഹം വാക്കുകൾ വെന്നവൻ. ഒന്നുകൂടെ നമുക്ക് നോക്കാം. വിജനേ വാഴുവാൻ നിത്യം. വിജനേ വാഴുവോൻ നിത്യം. ധ്യാനയോഗത്തിൽ തൽപരൻ വിരക്തൻ മിതഭുക്ചിത്തം ദേഹം വാക്കുകൾ വെന്നവൻ. ബ്രഹ്മപദത്തെ കൊതിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ആ ബ്രഹ്മപദത്തിലേക്ക് നാം ഉയരണമെങ്കിൽ നമ്മൾ എന്തൊക്കെ പ്രായോഗികമായ പരിശീലനം നമുക്ക് വേണം എന്ന് പറയുകയാണ്. വിജനേ വാഴുവോർ നിത്യം. ആളുകളുടെ ബാഹുല്യം ഇല്ലാത്ത സ്ഥലം, അവിടെയാണ് ധ്യാനത്തിൽ ഏകാഗ്രത വളരെ വേഗത്തിൽ ലഭിക്കുക. വിജനേ വാഴുവോർ നിത്യം ധ്യാനയോഗത്തിൽ തൽപരൻ. എപ്പോഴും ധ്യാനാവസ്ഥയിൽ നിത്യം എല്ലാ സമയത്തും ധ്യാനം അനുഷ്ഠിക്കാൻ താൽപ്പര്യമുള്ളവർ. വിരക്തൻ മിതഭുക്ചിത്തം. വിരക്തനായിരിക്കണം, ലോകവിഷയങ്ങളോട് അത്യധികമായ ആസക്തി ഇല്ലാത്ത ആള്, അതാണ് വിരക്തൻ. മിതഭുക്ക് ലഘു ആശി, മിതമായി മാത്രം ഭക്ഷണം കഴിക്കുന്ന ഒരാൾ. ഭക്ഷണാർത്തി ഇല്ലാതിരിക്കുക, അമിതമായി ഭക്ഷണം കഴിക്കാതിരിക്കുക, അതാണ് ലഘു ആശി. ലഘു അശി, അല്പം മാത്രം ഭക്ഷണം കഴിക്കുന്ന ആൾ. മിതഭുക് ചിത്തം ദേഹം വാക്കുകൾ. നമ്മുടെ മനസ്സിനെയും ദേഹത്തിലെ ഇന്ദ്രിയങ്ങളെയും വാക്കുകളെയും നിയന്ത്രിക്കണം നമ്മൾ. എന്തെങ്കിലും കണ്ടമാനം സംസാരിക്കുന്ന പ്രകൃതം നമ്മൾ കളയണം. അതുപോലെ എപ്പോഴും സങ്കല്പിച്ചു കൊണ്ടിരിക്കുക എന്ന സ്വഭാവം നാം ഉപേക്ഷിക്കണം. ശരീരത്തെ അനാവശ്യ കർമ്മങ്ങളിൽ വ്യാപൃതമാക്കുക എന്നതും നമ്മൾ ഒഴിവാക്കണം. ഇത്രയൊക്കെ നാം ശീലിച്ചെടുക്കേണ്ടതായുണ്ട്. ഇത് ശീലിക്കുന്നവർക്ക് ബ്രഹ്മപദത്തിലേക്ക് പ്രവേശനം ലഭിക്കുകയുള്ളൂ. വിജനേ വാഴുവോൻ നിത്യം ധ്യാനയോഗത്തിൽ തൽപരൻ വിരക്തൻ മിതഭുക്ചിത്തം ദേഹം വാക്കുകൾ എന്നവൻ.